ദൃശ്യങ്ങളിൽ ദേശക്കാർ ഇപ്പോൾ കുരവ വിളിക്കുന്നത് നമുക്ക് കാണാം. അതാ വരുന്നതാണ് തിരുവമ്പാടി ദേശത്തിൻ്റെ കൊടിമരം. മാവിലകളാൽ അലങ്കരിക്കപ്പെട്ട ഈ കൊടിമരത്തിലാണ് ക്ഷേത്രത്തിനകത്ത് പൂജ കഴിച്ചു കൊണ്ടുവന്ന കൊടിക്കൂറ അല്പസമയത്തിനകം സ്ഥാപിക്കുക. മഴവില്ലിൻ്റെ നിറമുള്ള ഈ കൊടിക്കൂറ സ്ഥാപിക്കുന്നതോടുകൂടി നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം, കൊടിക്കൂറ സ്ഥാപിച്ചിട്ടുണ്ട്, കൊടി ഉയർത്തുകയാണ്. ഇതൊരു ദേശത്തിൻ്റെ അഭിമാനമാണ്, ഒരു ദേശത്തിൻ്റെ കാത്തിരിപ്പാണ്. കഴിഞ്ഞൊരു വർഷം മുഴുവൻ തൃശ്ശൂരിലെ ജനത കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണെന്ന് പറയാം. അജിംസ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കൊടിയേറ്റ് നടന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏറെ കാത്തിരുന്ന ആ നിമിഷം വന്നു കഴിഞ്ഞു. തിരുവമ്പാടിയിൽ കൊടിയേറ്റ് നടന്നു. അല്പസമയത്തിനകം തൃശ്ശൂരിലെ പാറമേക്കാവ് ക്ഷേത്രത്തിലും കൊടിയേറ്റ് നടക്കും. അതോടുകൂടി തൃശ്ശൂർ നാടും നഗരവും ആകെ പൂരാവേശത്തിലേക്ക് കടക്കും. തൃശ്ശൂർ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷമായുള്ള തയ്യാറെടുപ്പ് അവർ കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയാണെന്ന് പറയാം. തൃശ്ശൂർ പൂരത്തിന് കൊടിയേറുന്നതോടുകൂടി പൂർണ്ണമായും തൃശ്ശൂർ ഇവിടെ വലിയൊരു വെടിക്കെട്ടോടുകൂടി തന്നെ കൊടിയേറ്റ് ആഘോഷിച്ചു കഴിഞ്ഞു. ഞാൻ ദേവസ്വം പ്രതിനിധികളുടെ ഒരു പ്രതികരണത്തിനാണ് ശ്രമിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും ആദ്യം പൂരാശംസകൾ നേരെയാണ്. ഭഗവതിയുടെ നടയിൽ ആദ്യമായിട്ട് ഇപ്പോൾ കൊടിയേറ്റം കഴിഞ്ഞു. ഇനി തട്ടകത്തുള്ള എല്ലാ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരും അതിനുവേണ്ടി ആവേശത്തിൻ്റെ തിമിർത്തിലാണ്. ഇനി ഇവിടുന്ന് 3 മണിക്ക് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. അത് കഴിഞ്ഞാൽ നമ്മുടെ തേക്കിൻ കാഴ്ച വടക്കുനാഥ മൈതാനിയിലേക്ക് കയറി കഴിഞ്ഞാൽ നാക്കിനാലിലും നടുവിലാലിലും നമ്മുടെ കൊടിയുയർത്തും. പൂരത്തിനോടനുബന്ധിച്ചുള്ള കൊടിയുയർത്തും. അത് കഴിഞ്ഞാൽ മേളം അവിടെ അവസാനിച്ച് ആറാട്ടിനായിട്ട് ബ്രഹ്മസമഠത്തിലേക്ക് പോകും. അവിടെ നിന്ന് പിന്നെ ഇനിയുള്ള എല്ലാ ദിവസവും ഭഗവതി തട്ടകത്തെ വീടുകളിൽ ചെന്ന് പറയെടുപ്പും അനുഗ്രഹം ചൊരിയുന്ന ആ ഒരു ചടങ്ങാണ് 7 ദിവസം. ആ 7 ദിവസം 26, 27 തീയതി വൈകുന്നേരത്തോടു കൂടിയിട്ട് നമ്മുടെ ഉത്തരം വിളക്കനോട് കൂടിയിട്ട് അവസാനിക്കുകയാണ്. എല്ലാവരെയും നമ്മുടെ പൂര ആഘോഷങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും വരണം. എല്ലാവരും ഇത് സന്തോഷമായി നമ്മുടെ ഈ തൃശ്ശൂർ പൂരം വളരെ ഗംഭീരമാക്കി തരുവാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാവർക്കും പൂരാശംസകൾ. കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പാണെന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒരു വർഷത്തെ തയ്യാറെടുപ്പുകളാണ് ഇന്ന് യാഥാർത്ഥ്യമായിരുന്നത്. തീർച്ചയായിട്ടും ഇനി ഈ വർഷം 27 തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ അടുത്ത കൊല്ലത്തേക്കുള്ള വർക്കുകളുമായിട്ട് മുന്നോട്ട് പോകും. ഒരു കൊല്ലക്കാലമാണ് ഇതിൻ്റെ കാലാവധി. എല്ലാ പ്രവർത്തകരും അത് ഓരോ ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. എല്ലാവർക്കും പൂരത്തിൻ്റെ ആശംസകൾ നേരുന്നു. എല്ലാവരും വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് വരണം. 24 തീയതി സാമ്പിളാണ്. 25 തീയതി ആനച്ചമയ പ്രദർശനം. 25, 26, 27 പൂരമാണ്. എല്ലാവരും പൂരപ്രേമികളും വെടിക്കെട്ട് പ്രേമികളും ആനപ്രേമികളും എല്ലാവരും ഇവിടേക്ക് വരേണ്ടതാണ്. വെടിക്കെട്ടിൻ്റെ കാര്യങ്ങൾ അണിയറയിൽ നന്നായി നടക്കുന്നുണ്ട്. നമ്മൾ തീർച്ചയായും വിസ്മയം തീർക്കും. നമ്മൾ ഈ പ്രാവശ്യം പല വെറൈറ്റി ഔട്ടുകളും അതേമാതിരി തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഞാൻ നേരത്തെ ഒരു അടിപൊളി സോങ് കമ്പോസ് ചെയ്യുന്ന മാതിരിയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്. തൃശ്ശൂർ പൂരത്തിന് ഔപചാരികമായി കൊടിയേറിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നാം കണ്ടത്.